പൊന്നണിയട്ടെ. സെവൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. സായാഹ്നക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി മെഹന്തി മത്സരവും തിരുവാതിരക്കളി മത്സരവും സംഘടിപ്പിച്ചു. സായാഹ്നക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഹന്തി മത്സരവും തിരുവാതിരക്കളി മത്സരവും കൗൺസിലർ ഷൈനി മാത്യു ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു സംഘടന രൂപീകൃതമായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ടായി. ആദ്യത്തെ ആലോചനാ യോഗമൊക്കെ CCA ഹാളിൽ വെച്ച് ഹമീദയും ആശിഫായോട് ചേർന്ന് നടത്തുമ്പോൾ ഈ സംഘടന ഇത്രയും വളർന്ന് നല്ല വലിയൊരു സംഘടനയാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എല്ലാ വർഷവും നിരവധിയായ പ്രവർത്തനങ്ങളാണ്, പല ഗാനപരിപാടികളും ഗാനസമിതികളും ഒക്കെ ഇതിൽ നടത്തി. എന്നാൽ ഇങ്ങനെ സ്ത്രീകളുടെ ഒരു വിങ് ഇത്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നറിയുന്നത് വളരെയധികം സന്തോഷമുണ്ട്. യോഗത്തിൽ കൗൺസിലർമാരായ അഡ്വക്കേറ്റ് പ്രിയ പ്രശാന്ത്, മഞ്ജുള അനിൽകുമാർ, മുൻ കൗൺസിലർ ഷീബാലാൽ, മുൻ CDS ചെയർപേഴ്സൺ ലത്തീഫ്, സീനത്ത് റഷീദ്, സുനിത ഫൈസൽ, ജോഫിൻ ഫ്രാൻസിസ്, ഗീതാ ചന്ദ്രൻ, ഫിലോമിന ആന്റണി, ശ്രീജ S, ബിന്ദു രാജി തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഒരുപാട് കുട്ടികൾ മെഹന്തി മത്സരത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർക്കെല്ലാം നല്ല വിജയസാധ്യത ഉണ്ടായിട്ട് സാധിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കുക എന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. മത്സരത്തിൽ വിജയിച്ച് സമ്മാനം കിട്ടുന്നത് രണ്ടാമത്തെ ടാസ്ക്കാണ്. അപ്പം എല്ലാവർക്കും സമ്മാനം കിട്ടും എന്ന പ്രതീക്ഷയിൽ സങ്കടപ്പെടരുത്. കിട്ടിയില്ലെങ്കിൽ സായാഹ്നക്കൂട്ടത്തിൻ്റെ 10ാം വർഷം കഴിഞ്ഞു. ഇതിൻ്റെ സംഘാടകർ, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും ഞങ്ങളുടെ കൂടെ ഒരേപോലെ കൈകോർത്തോണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കാൻ പറ്റിയത്. പല രീതിയിൽ എല്ലാവരും അതിനെ കണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഓരോരുത്തരും ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഹമീദിനെ കുറിച്ച് പറയാനേ പറ്റില്ല. കാരണം 10 വർഷക്കാലമായിട്ട് ഹമീദിൻ്റെ വലിയൊരു എഫേർട്ടാണ് ഈ സംഘടന ഇത്ര നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ പ്രസിഡന്റായ ആഷിഖ് ഖാനും ഉൾപ്പെടെ അവരെല്ലാവരും കൂട്ടായ പ്രവർത്തനം ഈ സംഘടനയുടെ പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതിന് സായാഹ്നക്കൂട്ടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിവിധ കലാരൂപങ്ങൾ, അതായത് അവര് ഒരു സായാഹ്നത്തിൽ ഒത്തുചേരുന്ന കുറച്ച് ഗായകന്മാർ, അതിലുപരി അവർ നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ, അവർ മുന്നോട്ട് വെച്ച കുറേ പരിപാടികൾ, അതിൽ ഏറ്റവും എടുത്ത് പറയാവുന്നത് ഇന്നും എനിക്ക് ഒരുപക്ഷെ ഈ പഴത്തിരാമൻ ഒരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റണമെന്ന് എന്നെ തോന്നിപ്പിച്ച ഒരു ചടങ്ങ് ഇവിടെ സായാഹ്നക്കൂട്ടം നടത്തിയ ലതാ മങ്കേഷ്കറിൻ്റെ ഒരു ഓർമ്മ ചടങ്ങാണ്. വളരെ ഭംഗിയായി ലതാ മങ്കേഷ്കർ ലതാ മങ്കേഷ്കർ എന്നൊരു പരിപാടി ഇവിടെ നടത്തുന്നുണ്ട് സായാഹ്നക്കൂട്ടത്തിൻ്റെ. അന്ന് ഇവിടെ ഉണ്ടായ പരിമിതമായ അടിസ്ഥാന സൗകര്യങ്ങൾ കണ്ടപ്പോഴാണ് ഈ ഒരു ഇത്രയും വലിയൊരു ചടങ്ങിന് ഈ പറയുന്ന ഈ സാംസ്കാരിക കേന്ദ്രം ഒരു നല്ല രീതിയിൽ പറ്റാവുന്ന രീതിയിലെങ്കിലും മുന്നോട്ട് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരുമിച്ച് നിന്ന് പോകാൻ പറ്റുന്നതാണ്. ഇത് കണ്ടിട്ടാണ് പിന്നീടുള്ള കുറേ ഡിവിഷനുകളിലൊക്കെ ഗാന്ധാരമാണെങ്കിലും ഗന്ധർവ സംഗീതമാണെങ്കിലും പല സംഘടനകളൊക്കെ രൂപം കൊള്ളാൻ തുടങ്ങി. കാരണം നമ്മുടെ ആ ഒരു ഏജ് കഴിയുമ്പോൾ നമുക്ക് പാടാനുള്ള അവസരമില്ല, അല്ലേ? നമുക്ക് മത്സരിക്കാൻ എവിടെയും പോകാനില്ല. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നിട്ടാണ് നമ്മൾ എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്ന ഞങ്ങളൊക്കെ ഇതിന്റെ ഭാരവാഹികളാണെങ്കിൽ പോലും ഇതിന് ഏറ്റവും കൂടുതൽ നേതൃത്വമായിട്ട് നിൽക്കുന്നത് ഹമീദയാണ്, ആഷിഫയുണ്ട്. അവരെല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് മെഹന്തി മത്സരത്തിൽ കൊച്ചിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 20ഓളം ടീമുകൾ പങ്കെടുത്തു. ആസിയ അനീഷ് 1ാം സമ്മാനം കരസ്ഥമാക്കി. അൻഹ ഫാത്തിമ, ആലിയ 2ഉം 3ഉം സമ്മാനങ്ങൾ നേടി. തിരുവാതിരക്കളി മത്സരത്തിൽ കൊച്ചിയിൽ നിന്നുള്ള രുക്മിണി നമ്പീഷിന്റെ ടീം 1ാം സമ്മാനവും കോഴിക്കോട് നിന്ന് മത്സരത്തിനായെത്തിയ മയൂഖ ടീം 2ാം സമ്മാനവും നേടി. തേവരിൽ നിന്നുള്ള സെയിന്റ് ജോസഫ് ചർച്ച് 3ാം സമ്മാനം കരസ്ഥമാക്കി. മാതൃത്വനി, ജാൻസി ബോണി ടീമുകൾക്ക് പ്രത്യേക സമ്മാനങ്ങൾ ലഭിച്ചു. കൊച്ചിയിലെ കലാ ആസ്വാദകർക്ക് നവ്യമായ ഒരു അനുഭവമായിരുന്നു വനിതാ കലോത്സവം. ന്യൂസ് ബ്യൂറോ, കൊച്ചി.